നിയമസഭാ ഇലക്ഷൻ ഇനി നാളുകൾ മാത്രമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ ഇതുവരെ പൂർണ്ണമായിട്ടില്ല. അതിലിപ്പോൾ കെ സുധാകരന്റെ പേരാണ് പിടിമുറുക്കിയിരിക്കുന്നത്. സുധാകരൻ പിടിവിടുന്നില്ല. ഹൈക്കമാൻഡിൽ ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എംപിമാർ മത്സരിക്കാൻ പാടില്ല എന്ന് തന്നെയുള്ള നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങൾ നിൽക്കുന്നത്. സുധാകരൻ അവരുടെ വഴക്കത്തിൽ വഴങ്ങുമോ, അതോ വീണ്ടും അല്ലെങ്കിൽ തനിക്ക് മത്സരിച്ചേ പറ്റുള്ളൂ എന്നൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ സാധ്യത? അല്ല, സുധാകരന് മത്സരിച്ചേ പറ്റുള്ളൂ എന്നൊരു കടുംപിടുത്തം എന്നൊക്കെ പറഞ്ഞ് ഈ മാധ്യമ സൃഷ്ടിയുണ്ടല്ലോ, അതിൽ തന്നെ ഈ ചില മാധ്യമങ്ങളെയൊക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചില തൽപരകക്ഷികൾ കയ്യിലെടുത്തോ എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. ഇത് സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനഭ്രഷ്ടനാകുന്ന അവസരത്തിൽ അദ്ദേഹത്തിനോട് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് താങ്കൾക്ക് നിയമസഭയിൽ മത്സരിക്കാൻ അവസരം തരാമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിനെ മാറ്റി സണ്ണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹം തന്നെയാണ് സണ്ണി ജോസഫിനെ, കണ്ണൂരുകാരനായ സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിക്കുന്നത്. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിനെ മാറ്റാൻ, ഇത് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, കോൺഗ്രസ് കേഡർ പാർട്ടിയൊന്നുമല്ല. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ MP മത്സരിക്കണ്ട എന്ന് പറഞ്ഞൊരു കടുംപിടുത്തം പിടിക്കാനായി കേരളത്തിലെ നേതാക്കൾ ഇത്ര കണ്ട് ബലം പിടിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ കണ്ണൂരിലെ യുവ നേതാവായിട്ടുള്ള KSU വൈസ് പ്രസിഡന്റ് ഷമാസുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് കെ സുധാകരൻ ഉറച്ചു തന്നെയാണ്. ഷമാസ് പറയുന്നത് അദ്ദേഹം ഉറച്ച തീരുമാനത്തിലാണ്. അല്ല, അത് സുധാകരൻ തന്നെ അറിയിച്ച നിലപാടാണല്ലോ, താൻ ഉറച്ച നിലപാടാണ്, താൻ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് സുധാകരന്റെ നേതൃത്വങ്ങൾ സുധാകരൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുള്ളത്. തനിക്ക് സീറ്റ് വേണം, താൻ മത്സരിക്കണം, തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന AICC നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അതിനുശേഷം പാർലമെന്റിലേക്ക് അദ്ദേഹത്തിനെ പറിച്ചു മാറ്റി അതേപോലെ തന്നെ AICCയുടെ സണ്ണി ജോസഫിന് സീറ്റുണ്ട്. അദ്ദേഹം അതെ, ആ ഒരു നേതൃത്വത്തിൽ അവർക്ക് ബാക്കി എല്ലാവർക്കും സീറ്റുണ്ട്, സുധാകരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിക്കണം, ബാക്കിയുള്ള MP മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം. ആ ഒരു ആദ്യം ഈ പറയുന്ന ഇത്തരം നിലപാട് വരുന്നതിന് മുൻപ് മിക്ക ആൾക്കാരും തങ്ങൾക്ക് മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഒറ്റ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. 20 MP മത്സരിക്കണ്ട, അല്ലെങ്കിൽ ഇവരുടെ 19 അല്ലെങ്കിൽ 18 MP ഇവർ ഇത്രയും പേര് ഇവിടുന്ന് മത്സരിക്കണ്ട എന്ന് പറയുന്ന നിലപാട് എടുക്കുന്നത് ഹൈക്കമാൻഡിൽ നിന്ന് തന്നെയാണ്. സുധാകരൻ ആരാണ് വാക്ക് കൊടുത്തത് അവർ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ആരും മത്സരിക്കണ്ട, ഒരാൾക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ അഭിപ്രായം കൂടി നമ്മൾ കേൾക്കേണ്ടി വരും എന്നൊരു നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു നേതൃത്വം സുധാകരൻ മത്സരിക്കണ്ട എന്നൊരു കട്ടയും ഒന്നും പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡ് ഇപ്പോഴും പറയുന്നത് MP മത്സരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് അവർക്ക് താല്പര്യം. അതിന്റെ അപ്പുറത്തേക്ക് സുധാകരനെ മത്സരിപ്പിക്കണമെന്നൊരു താല്പര്യമില്ല, മത്സരിപ്പിക്കേണ്ട എന്നൊരു താല്പര്യവുമില്ല. ഇത് രണ്ടിന്റെ ഇടയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ സുധാകരൻ ഇപ്പോ സൈബർ ഇടത്തിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, സുധാകരനെ അങ്ങ് പുറത്താക്കണം. കോൺഗ്രസ് അതാണ് ഇനി എടുക്കേണ്ട കടുത്ത നിലപാടെന്ന് പറയുന്നത്. പാർട്ടിയെ അനുസരിക്കാത്ത സുധാകരനെ പുറത്താക്കണം. സുധാകരൻ എപ്പോഴാണ് BJPയിലേക്ക് പോകുന്നത്? സീറ്റില്ലാത്ത ഇത്ര പ്രായമായ ഒരു മനുഷ്യനല്ലേ, സീറ്റില്ല എന്നും പറഞ്ഞിങ്ങനെ കടുംപിടുത്തം പിടിക്കാൻ നാണമുണ്ടോ? ആർത്തിയാണ് സുധാകരന്, കിട്ടിയ സ്ഥാനത്ത് ഇരിക്കാനുള്ളതിന് സുധാകരൻ ആർത്തി കാണിക്കുകയാണ്. ഇതാണ് നിലവിൽ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന അല്ലെങ്കിൽ കമന്റുകൾ അല്ലെങ്കിൽ വിഷയങ്ങൾ എന്ന് പറയുന്നത്. സുധാകരൻ ആർത്തിയാണോ? അതിനകത്ത് ചില കമന്റുകൾ ഞാൻ കണ്ടിരുന്നു, ഇത്ര പ്രായമായ ഒരു മനുഷ്യനാണ്, G സുധാകരനെയും K സുധാകരനെയും ഒരേപോലെ പാർട്ടി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സീറ്റിന് അർഹമായ 2 നേതാക്കന്മാരാണ്, അവരെ മാറ്റി നിർത്തുന്നതിലൂടെ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ്, അല്ലെങ്കിൽ ഇരു മുന്നണികളുടെയും ഇരട്ടത്താപ്പാണ് മുന്നോട്ട് വരുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള, തനിക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇരട്ട നിലപാടാണ് ഈ മുന്നണികളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ജനങ്ങൾ വീഴാൻ പാടില്ല. ജനങ്ങൾ G സുധാകരനോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചധികം സപ്പോർട്ട് കിട്ടുന്നത് പോലെ K സുധാകരനോടൊപ്പം ജനങ്ങൾ നിൽക്കണം. ജനങ്ങളുടെ ആവശ്യമാണ് സുധാകരൻ നിയമസഭയിലേക്ക് വരണം എന്നുള്ളത്, അതേപോലെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇത്തരത്തിൽ സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സൈബർ ഇടങ്ങളിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ആർത്തിയായിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹത്തിന് അർഹപ്പെട്ടൊരു കാര്യം, അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കാര്യം ചോദിക്കുമ്പോൾ ചേട്ടാ അത് എങ്ങനെയാണ് ആർത്തിയാവുന്നത്? അത് അർഹപ്പെടാത്തതാവുന്നത് എങ്ങനെയാണ്? അതായത് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ, അതായത് ആദ്യം നമുക്ക് പറയേണ്ടത് ഏതാണ്ട് 3 വർഷത്തിന് മുമ്പ് തന്നെ സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ തന്ത്രജ്ഞൻ എന്നൊക്കെ തന്നെ പറയുന്ന രീതിയിൽ കർണാടകത്തിൽ
അവർ ജയിച്ചത് കണ്ടല്ലോ. ഇപ്പൊ ഡി കെ ശിവകുമാർ കർണാടകത്തിൽ എന്തായിരുന്നു, ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ 7 കീറായിരുന്ന കോൺഗ്രസ് ആണ്. എന്നിട്ട് സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ എന്താ കണ്ടത്? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളത്തിൽ ഭരണം വരേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കോ മസൂദ് മിശ്രയ്ക്കോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡൽഹി ഇരിക്കുന്നവർക്കോ കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ചിത്രമില്ല. അപ്പോൾ ഇവർ പറയുന്നതാണ് അവർ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക്, താങ്കൾക്ക് ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ മത്സരിക്കാൻ അവസരം നൽകാം എന്നാണ് പറഞ്ഞത്. ഈ സൈബറിടങ്ങളിൽ മേയുന്നവരെ സംബന്ധിച്ച് ഇവർക്ക് രാഷ്ട്രീയം അറിയാമെന്ന് ആതിര കരുതുന്നുണ്ടോ? ചുമ്മാ മുഖമില്ലാത്ത ഒരു ഐഡിയയും വെച്ച് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിനെ ഈ സൈബറിടങ്ങളിൽ മേയുന്നവർക്കറിയൂ. എന്തിനു പോകണം ഇന്ന് ജീവിച്ചിരിക്കുന്ന AK ആന്റണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി പാരമ്പര്യത്തെക്കുറിച്ച് അറിയാവൂ. സൈബറിടങ്ങളിൽ മേയുന്നവരുടെ വാക്കൊന്നും നമ്മൾ നോക്കേണ്ട കാര്യം അല്ല. നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ മുഖങ്ങളില്ലാത്ത ഐഡികളൊന്നും അല്ല ചേട്ടാ. കൃത്യമായി ഞാൻ കാണുന്നുണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന. അല്ല, അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. കാരണം ഇതിനു മുൻപുള്ള കാലത്ത് നമുക്ക് അഭിപ്രായങ്ങൾ അങ്ങനെ നേരിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിപ്പോ ഒരു വാർത്ത കാണുന്നു, ആ വാർത്തയെ സംബന്ധിച്ച് നമ്മൾ ചായപ്പിടികളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഒരു സൈബർ ലോകം വന്നപ്പോഴത്തേക്കും ജനങ്ങളുടെ ആ ഒരു റിയാക്ഷൻ കറക്റ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഇത് സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ള സുധാകരനെ വാഴ്ത്തിപ്പാടുന്നവർ സുധാകരന്റെ ചരിത്രം മുഴുവൻ ഒരു പാരഗ്രാഫ് ഒക്കെയാണ് ചില കമന്റുകൾ കാണുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് ഈ പറയുന്ന രീതിയിൽ കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡർ, അദ്ദേഹം കണ്ടെത്തിയ ഒരു നേതാവാണ് അദ്ദേഹം. കെ കരുണാകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള ഒരു കോൺഗ്രസ് നേതാവില്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ജനാധിപത്യ പാർട്ടിയാണ്. അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കി ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ ആതിരയ്ക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് വലിയ കഥയൊന്നുമല്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ ഭരണത്തിനെതിരെ വികാരം ഉണ്ടാവാറുണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാറുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരമാണ് ഈ പറയുന്ന തൃക്കാക്കര ഉമാ തോമസ് ജയിച്ചത്. അവരുടെ ഭർത്താവ് മരിച്ചു, അവർ മത്സരിച്ചു, അവർ ജയിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണം പുതുപ്പള്ളിയിൽ ജയിച്ചു. ഈ പറയുന്ന രീതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഇലക്ഷൻ സ്ട്രാറ്റജി ബഹുമാനപ്പെട്ട VD സതീശൻ താങ്കൾ പറയുന്ന രീതിയിൽ ചെയ്തു എന്നിരിക്കാം. പക്ഷേ ഈ 140 മണ്ഡലങ്ങളിൽ നടക്കുന്ന ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു രീതിയാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ ജനാധിപത്യ പാർട്ടിയാണ്. എന്ത് കുറവാണ് കെ സുധാകരനുള്ളത്? ഇത് ഇപ്പം നിങ്ങൾക്കറിയോ, ഒരു കെ സുധാകരനേ ഉള്ളൂ തനിക്ക് മത്സരിക്കണമെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ. ഈ കെ സുധാകരന് യെസ് കൊടുക്കുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെ വേറെ പലരും. പേരുകളൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. MK രാഘവൻ റെഡിയായിരിക്കുവാണ്. ഞാൻ ചോദിക്കട്ടെ, അന്ന് സീറ്റ് കൊടുത്തപ്പോൾ MK രാഘവനൊക്കെ പറയാത്തന്തേ? അപ്പൊ തുള്ളിച്ചാടി പോകാൻ അറിയായിരുന്നു. MK രാഘവനും ഷാഫി പറമ്പിലും എല്ലാവരും ചാടി പോയല്ലോ. ഇവർക്കൊക്കെ എന്താ അപ്പോഴും പറഞ്ഞുകൂടെ? അതും നേതൃത്വത്തിന്റെ തീരുമാനമാണ്. എല്ലാവർക്കും വ്യക്തിപരമായി തീരുമാനം എടുക്കാനാണെങ്കിൽ പിന്നെ പാർട്ടിയിൽ ചേരേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, കെ സുധാകരൻ BJP ആലോചിച്ച് നോക്കൂ, അല്ലെ ഈ ബാക്കി പാർട്ടികളെ പറ്റി ആലോചിച്ച് നോക്കൂ. ഇവിടെയൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന സീറ്റുകളിൽ തന്നെയല്ലേ മത്സരിക്കുന്നത്. അല്ലാതെ കെ മുരളീധരനെ വടകരയിൽ നിന്ന് കൊണ്ടുവന്ന് തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നുണ്ട്. മുരളീധരൻ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർ പറഞ്ഞുവിടായിരുന്നു തനിക്ക് തൃശ്ശൂർ നിൽക്കാൻ താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞില്ല. അവിടെയാണ് സുധാകരന്റെ ചങ്കൂറ്റം. സുധാകരൻ കണ്ണൂരിൽ ലോക്സഭ ഇലക്ഷനിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് പിന്നെ പറഞ്ഞിട്ടില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുധാകരനെ എന്തിനാ നിങ്ങൾ KPCC പ്രസിഡന്റ് ആക്കിയത്? എന്റെ ചോദ്യത്തിന് മറുപടി പറ. എന്തിനാ? അല്ല, അദ്ദേഹം പാർലമെന്റിൽ മത്സരിക്കില്ല, അടുത്ത നിയമസഭയിൽ. ഞാൻ ചോദിക്കുന്നത് KPCC പ്രസിഡന്റ് ആക്കി, എന്നിട്ട് അദ്ദേഹത്തിന് എന്തിനാ നിങ്ങൾ ആരാണ് ആക്കിയത്? ആരാ? പാർട്ടിയല്ലേ? പാർട്ടിയാണല്ലോ. പാർട്ടി തന്നെയാണല്ലോ. എന്ത് കുറവാണ് അദ്ദേഹം ചെയ്തത്? നിങ്ങൾ പറയും. അത് പാർട്ടിയുടെ തീരുമാനമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ കണ്ണുടച്ച് പാർട്ടി തീരുമാനം എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാന്നുള്ളവർക്ക് അതൊക്കെ അറിയാം. അല്ല, പാർട്ടി തീരുമാനങ്ങൾക്ക് എതിർപ്പ് സുധാകരന് എതിർപ്പ് പ്രകടിപ്പിച്ചു. ആലപ്പുഴയിൽ അദ്ദേഹം മാറി മത്സരിക്കുന്നു. അതേപോലെ സുധാകരൻ തനിക്ക് മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ കെ സുധാകരനെയും ജി സുധാകരനെയും പറഞ്ഞുകൊണ്ട് ഈ രണ്ട് വ്യക്തിത്വങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ നോക്കണ്ട. ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴയിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഇദ്ദേഹം കണ്ണൂരിലെ കോൺഗ്രസ്സുകാരൻ. സീറ്റില്ല എന്ന് അല്ല, ഒരിക്കലുമല്ല. ഇന്നത്തെ ഈ പറയുന്ന സൈബറിടത്ത് മേയുന്ന പാർട്ടി എന്തെന്ന്, രാഷ്ട്രീയം എന്തെന്നറിയാത്ത ഒരു കൂട്ടം പറയാൻ സാധിക്കും. അവർക്ക് ആർക്കും രാഷ്ട്രീയം അറിയില്ലെന്ന് ഞാൻ ഏകപക്ഷീയമായി പറയുന്നതല്ല. എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. എന്ത് കുറവാണ് കെ സുധാകരന്? അത് നിങ്ങൾ വ്യക്തമാക്കുക.
കെ സുധാകരൻ എന്ത് കുറവാണെന്നുള്ളത് പാർട്ടി നേതൃത്വമാണല്ലോ. ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു കാര്യം നിങ്ങളല്ല ഞാൻ പറയുന്നില്ല, നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറയുന്നില്ല, നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറയുന്നില്ല. ഒരിക്കലും അങ്ങനെ പറയരുത്. കെ സുധാകരൻ അർഹനാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, കെ സുധാകരൻ അർഹനല്ലാതെ പാർട്ടി പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സുനിൽ കനകോലു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ട്രാറ്റജി എന്തേ ഇംപ്ലിമെന്റ് ചെയ്യാത്ത? തുടക്കം മുതൽ അദ്ദേഹം പറഞ്ഞു ഒരു മുഖം. ഇപ്പൊ കണ്ണൂർ കെ സുധാകരനാണെങ്കിൽ സുധാകരനെ നിർത്തണം, അത് കണ്ണൂര് മണ്ഡലത്തിൽ വരുന്ന ഒരു ഇമ്പാക്ട്. ശരി, തൃശ്ശൂര് VM സുധീരനെ നിർത്തണം, എന്തേ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. കോഴിക്കോട് മുല്ലപ്പള്ളി രാമേന്ദ്രനെ നിർത്തണം, ശരി, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും ഓരോ സ്ഥലത്തും ഓരോ മുഖങ്ങളെ നിർത്തണമെന്ന് പറഞ്ഞു. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ചിലർക്കൊക്കെ മുഖ്യമന്ത്രിയാകണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ ഈ AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, KC വേണുഗോപാൽ, അദ്ദേഹത്തിന് എന്താ പണി? അദ്ദേഹത്തിന് ഇത് പറഞ്ഞുകൂടായിരുന്നു? അദ്ദേഹം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ഇവർക്കൊക്കെ ഇപ്പൊ ശശി തരൂർ പരാതി പറയുന്നു. ശശി തരൂരിന്റെ അടുത്ത് ഇതുവരെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. ആതിരയ്ക്കും അയ്യപ്പദാസിനും അറിയാത്ത ചില സ്ട്രാറ്റജികൾ ഈ ഡൽഹിയിൽ ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ചിലരുടെ മനസ്സിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല എന്താ ഇതുവരെ വേണ്ടാത്തെ? നമ്മൾ ഇതിന്റെ പേരിൽ തർക്കിക്കണ്ട, നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന സുധാകരൻ മത്സരിച്ചില്ല, മറ്റു പലരുടെയും ആഗ്രഹപ്രകാരം, മറ്റു പലരുടെയും എന്താ പറയുക ഇംഗിതത്തിനനുസരിച്ച് AICC സുധാകരൻ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കില്ല. കണ്ണൂർ എന്നല്ല, കേരളത്തിൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. നിങ്ങൾക്കറിയോ, പോളിറ്റ് ബ്യൂറോ VS അച്യുതാനന്ദനെ മത്സരിക്കണ്ട എന്ന തീരുമാനം ഇവിടുത്തെ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ അയച്ച ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് ഇരുമ്പുല ഈ പറയുന്ന രീതിയിൽ ചട്ടക്കൂട് മറയ്ക്കുള്ളിലിരിക്കുന്ന ഈ പാർട്ടി, അതായത് പിന്നെ ഈ കോൺഗ്രസ് പോലെ ജനാധിപത്യമൊന്നുമല്ല, എന്നിട്ട് അവർക്ക് തീരുമാനിക്കേണ്ടി വന്നോ VS മത്സരിക്കണോ എന്നുള്ളത്? ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയാം. ഇതൊക്കെ പാർട്ടിക്കകത്ത് അവരുടെ തീരുമാനങ്ങളാണ്. കണ്ണൂർ സുധാകരൻ മത്സരിച്ചില്ല എങ്കിൽ അത് കണ്ണൂരിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിന്റെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മാധ്യമങ്ങളോ സൈബറിടങ്ങളോ അല്ല തീരുമാനിക്കേണ്ടത്. മാധ്യമങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് അവിടെ ഇവർക്ക് ജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെന്നുള്ളത്? സുധാകരനാണ് നേതൃത്വം, സുധാകരന്റെ തീരുമാനമാണ്. ഇപ്പൊ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടില്ല. സുധാകരന്റെ നിലപാട് അറിയിച്ചിട്ടില്ല. കെ സുധാകരനെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോഴങ്ങനെ ആരും അല്ല, ഇവിടെ ആരും അടച്ചാക്ഷേപിച്ചിട്ടില്ല ചേട്ടാ. അർഹനല്ല കെ സുധാകരൻ മത്സരിക്കും. ഇതിന്റെ പറഞ്ഞ അവസാനിക്കൽ സുധാകരൻ മത്സരിക്കുന്നതാണ് പ്രശ്നം എപ്പോഴാണ് കോൺഗ്രസ് പറഞ്ഞത്? കോൺഗ്രസ് പറഞ്ഞില്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസിൽ ഇപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം, കെ സുധാകരൻ മത്സരിക്കുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ കെ സുധാകരന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇന്നലെ വൈകുന്നേരം എടുത്ത ഒരു ചർച്ചയിൽ ഈ പറയുന്ന രീതിയിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ അടൂർ പ്രകാശിന്റെ ഈ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഒരാൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് മത്സരിക്കാനാണ് എന്ന രീതിയിൽ പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഷ ഇതാണോ? എൻ്റെ സംശയം. ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തുന്നതെന്നല്ല, അദ്ദേഹത്തിന്റെ ശരീരഭാഷ അവിടെയാണ് രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പക്വതയുള്ള ഒരു നേതാവിനെ കാണിച്ചു. രമേശ് ചെന്നിത്തല ഇന്നലെ എന്താ കാണിച്ചേ? രമേശ് ചെന്നിത്തല കുറെ കാലമായിട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ എല്ലാത്തിനും നിങ്ങൾക്ക് വ്യാഖ്യാർത്ഥമുണ്ട്, എല്ലാത്തിനും നിങ്ങൾക്ക് മറുപടിയുണ്ട്. തീർച്ചയായും മറുപടി വേണമല്ലോ, മറുപടി ഇല്ലാതിരിക്കാൻ പറ്റും. അങ്ങനെ ഒന്നും നിങ്ങൾ പറയരുത്. കെ സുധാകരൻ കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്നൊരു നേതാവാണ്. കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന് കോൺഗ്രസ് പാർട്ടിയിൽ കേരളത്തിൽ എത്ര വിലയുണ്ടെന്ന് കോൺഗ്രസ് ഇന്നിപ്പോ വന്നിട്ട് സൈബർ ഇടങ്ങളിൽ മേയുന്നവർക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, കെ സുധാകരൻ യോഗ്യനാണ്. കെ സുധാകരൻ മത്സരിക്കും. ഇല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച് VS മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ കേരളത്തിൽ VSന് വേണ്ടി ഇറങ്ങിയിട്ട് അവസാനം തീരുമാനം മാറ്റിയ ഒരു പാർട്ടിയാണ് CPM. ഇപ്പൊ തകർന്നടിഞ്ഞ് കണ്ണൂരും അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്ര കണ്ട് ബലം പിടിക്കുകയാണെങ്കിൽ കൈവെള്ളയിലേക്ക് വരുന്ന ഭരണം നിങ്ങൾ എന്തിനാ ഇത്രയും കിടന്ന് പിടിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ആക്കിക്കോ. എല്ലാ കാലത്തും ആ ഒരു തീരുമാനം തന്നെയാണ്. ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക. എത്രയോ ആൾക്കാർ, അർഹപ്പെട്ട ആൾക്കാർ. എനിക്കിതിൽ ഒന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ. ഇന്ന് വൈകുന്നേരം പിന്നെ ഡൽഹിയിൽ AICC പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കെ സുധാകരൻ ഉണ്ടാകും, അടൂർ പ്രകാശും ഉണ്ടാകും. ഇതിൽ ആരെങ്കിലും ഒരാൾ, അതായത് എനിക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കെ സുധാകരൻ മത്സരിക്കും. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം കൂടെ, ഈ പറയുന്ന രീതിയിൽ കർണാടകത്തിൽ നല്ല അതിഭീകരമായ അടി നടന്നതാണ്. എന്നിട്ട് ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ എന്തായി? ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. രണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ മാറ്റി നിർത്താൻ ഇവിടെ ആരൊക്കെ ശ്രമിച്ചാലും കെ സുധാകരന് കോൺഗ്രസിൽ ഒരു ഇടമുണ്ട്.
എൻ്റെ രാഷ്ട്രീയം ആതിരയ്ക്കറിയാം. ഞാനിത് പറയുന്നത് ഞാൻ പബ്ലിക്കിന്റെ സ്ഥാനത്ത് സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാഷയാണ് ഞാനീ പറഞ്ഞത്.